അസ്സലാമലൈക്കും. ഇന്ന് എല്ലാവർക്കും ഒരു പുതിയ ട്യൂട്ടോറിയലായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് നമുക്കൊരു റോസറ്റ് കേക്ക് ഉണ്ടാക്കാം. ഇവിടെ ഞാനൊരു കേക്ക് ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മേലേക്ക് നമുക്ക് റോസറ്റിൻ്റെ പാറ്റേൺ ചെയ്യാം. ഇവിടെ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് വിൽട്ടൺ 1M എന്നുള്ള ടിപ്പാണ്. ഈ ടിപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് റോസറ്റ് പാറ്റേൺസ് ഉണ്ടാക്കാൻ പറ്റും. കേക്ക് നമുക്ക് ഫസ്റ്റ് ടേൺ ചെയ്തിട്ട് ബാക്ക് സൈഡിൽ നിന്ന് ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ബാക്ക് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഫുൾ പാറ്റേൺ കണ്ടിന്യൂ ചെയ്തിട്ട് തിരിച്ച് നമ്മൾ എൻഡിലെത്തുമ്പോൾ എന്തെങ്കിലും ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അത് ബാക്ക് സൈഡിലാകുമ്പോൾ കുഴപ്പമില്ല, ഫ്രണ്ടിലാകുമ്പം ഡിസൈനിൽ എടുത്ത് കാണിക്കും. അപ്പം നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു സ്മോൾ ലെറ്റർ ഇ നമ്മൾ എഴുതുന്ന ആ സെയിം പാറ്റേണിലാണ് നമ്മൾ പൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പാറ്റേൺ കംപ്ലീറ്റ് ഈ കേക്ക് ഫുള്ളായിട്ട് നമ്മൾ സെയിം പാറ്റേണാണ് ഫോളോ ചെയ്യുക. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല വൃത്തിക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളുടെ ഫസ്റ്റ് ലെയർ നമ്മൾ പൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ലെയർ ചെയ്യാൻ പൈപ്പിംഗ് ബാഗ് ചേഞ്ച് ചെയ്യാണ്ട് തന്നെ നമുക്ക് ഇതേ പൈപ്പിംഗ് ബാഗിൽ അടുത്ത കളറ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളിപ്പോൾ ചെയ്ത കളറ് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ചുകൂടി വൈറ്റ് ക്രീം ആഡ് ചെയ്തിട്ട് കുറച്ചുകൂടി ലൈറ്റ് ആക്കാം. ഇത് മിക്സ് ചെയ്തിട്ട് വീണ്ടും അതേ പൈപ്പിംഗ് ബാഗിലേക്ക് ഫില്ല് ചെയ്തിട്ട് നമുക്ക് രണ്ടാമത്തെ ലെയർ പൈപ്പ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അധികം ക്ലീനപ്പ് ഇല്ലാണ്ട് പെട്ടെന്ന് പണി ചെയ്ത് തീർക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഓരോരോ പ്രാവശ്യവും നമ്മൾ നോസലും പൈപ്പിംഗ് ബാഗും മാറ്റിക്കൊണ്ടേയിരിക്കേണ്ടി വരും. ഇങ്ങനെ ആകുമ്പോൾ ഒരേ പൈപ്പിംഗ് ബാഗിൽ തന്നെ എല്ലാ ലെയറും കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ ഫസ്റ്റ് ലെയറിൽ ചെയ്ത അതേപോലെ സെക്കൻഡ് ലെയറും കണ്ടിന്യൂ ചെയ്യുക. ബാക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എൻഡ് ചെയ്യുമ്പോൾ അവിടെ ജോയിൻ്റ് ആവും. ബാക്കിലാണ് ജോയിൻ്റ് വരാം. ഇപ്പം നമ്മളുടെ സെക്കൻഡ് ലെയറും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്ത അതേമാതിരി ക്രീം ബാക്കിയുള്ളത് ബൗളിലേക്ക് നീക്കിയിട്ട് അതിലേക്ക് കുറച്ചുകൂടി വൈറ്റ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടെ ലൈറ്റ് ഷെയ്ഡ് കിട്ടും. അപ്പോൾ തേർഡ് ലെയർ കുറച്ചുകൂടി ലൈറ്റ് ആയിരിക്കും. ഈ ഒരു ഡാർക്ക് ഷെയ്ഡിൽ നിന്ന് ലൈറ്റ് ഷെയ്ഡിലേക്കോ ലൈറ്റ് ഷെയ്ഡിൽ നിന്ന് ഡാർക്ക് ഷെയ്ഡിലേക്കോ പോകുന്ന റോസറ്റ് കേക്കിനെ ഓംബ്രെ റോസറ്റ് കേക്ക് എന്നാണ് പറയാം. അപ്പോൾ ഇത് നമുക്ക് ഏത് കളർ വെച്ചിട്ടും ചെയ്യാം. ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഡാർക്ക് ബ്ലൂ വെച്ചിട്ട് ലൈറ്റ് ബ്ലൂയിലേക്കോ വൈറ്റിലേക്കോ പോകുന്നുണ്ടെങ്കിൽ അതുമാതിരിയും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനൊക്കെ നമുക്കൊരു ഒറ്റ സിംഗിൾ പൈപ്പിംഗ് ബാഗും സിംഗിൾ നോസലും മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ കാണുന്ന പോലെ മൂന്നാമത്തെ ലെയറും നമ്മൾ ആദ്യത്തെ രണ്ട് ലെയർ ചെയ്ത അതേമാതിരി മൂന്നാമത്തെ ലെയർ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ മേലെ വരുന്ന ചെറിയ ഗ്യാപ്പ് മൈൻഡ് ചെയ്യണ്ട, കാരണം നമ്മൾ അടുത്ത ലെയർ ചെയ്യുമ്പോൾ ആ ഗ്യാപ്പ് അങ്ങോട്ടേക്ക് കവർ ചെയ്ത് കൊണ്ടുപോകും. ഇപ്പം മൂന്നാമത്തെ ലെയറും നമ്മൾ പൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ടോപ്പിലേക്ക് എത്താറായി. അപ്പം ഇനി വീണ്ടും നമുക്ക് ഷെയ്ഡ് ലൈറ്റ് ആക്കാം. ആദ്യം ചെയ്ത മാതിരി തന്നെ ക്രീം ബൗളിലേക്ക് മാറ്റിയിട്ട് കുറച്ച് വൈറ്റ് മിക്സ് ചെയ്തിട്ട് എന്നും ലൈറ്റ് ആക്കാം. അപ്പോൾ ഈ ഗ്യാപ്പാണ് ഇപ്പം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഗ്യാപ്പിന് കറക്റ്റായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ വേണം നമുക്ക് പൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മളുടെ ലാസ്റ്റ് ലെയറും ജോയിൻ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പിൽ ആ ഏരിയ മാത്രമേ ഫില്ല് ചെയ്യാനുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ സെയിം കളർ വെച്ചിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഇനി ലൈറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ ലൈറ്റ് ആക്കുക. പക്ഷേ പൊതുവേ ഞാൻ സെയിം കളർ വെച്ചിട്ടാണ് ഫില്ല് ചെയ്യുക. ടോപ്പിൽ എവിടെയെങ്കിലും ചെറിയ ഗ്യാപ്പ് വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോസിൽ വെച്ചിട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്യാപ്പ് അങ്ങോട്ട് ഫില്ല് ചെയ്ത് കിട്ടും. ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഓംബ്രെ റോസറ്റ് കേക്ക് ഉണ്ടാക്കി തീർക്കാം. ഇതിന് ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന ക്രീം നോൺ ഡയറി വിപ്പിംഗ് ക്രീമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ ക്രീം വെച്ചിട്ടും ചെയ്യാം, അല്ലെങ്കിൽ ഡയറി ക്രീം വെച്ചിട്ടും ചെയ്യാം. ഡയറി ക്രീം ഇത്ര സ്റ്റേബിൾ ആയിരിക്കില്ല. അപ്പോൾ സ്റ്റെബിലിറ്റി വേണമെന്നുണ്ടെങ്കിൽ നോൺ ഡയറി വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യാം. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ഡിസൈനാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം.